നമസ്കാരം. അങ്ങനെ 2 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് ഒരു അവസാനമായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ 20 ദിന പദ്ധതികൾ ഏതാണ്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന് വിരാമമായിരിക്കുന്നത്. ഈ കരാറിലെ ആദ്യ ഭാഗമായിട്ടുള്ള ബന്ദി കൈമാറ്റത്തിന് ഇരു കൂട്ടരും സംബന്ധിച്ച് ബന്ദികളെ പരസ്പരം കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ബുധനാഴ്ചയോടുകൂടി പൂർത്തിയാവുമെന്നാണ് നമ്മൾ അറിയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച നടക്കേണ്ടതുമാണ്. ഇതിനിടയിൽ വലിയൊരു പ്രതിസന്ധി കൂടി ഗസയെ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഹമാസ് തടവിൽ പാർപ്പിച്ചിരുന്ന ചില തടവുപുള്ളികളെ ഇസ്രായേൽ സേന കണ്ടെത്തുകയും മോചിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അബൂ ഷബാബ് എന്നുള്ളത്. ഇയാൾ ഗസയ്ക്കകത്തേക്ക് മയക്കുമരുന്ന് കടത്തിയതിന് ഹമാസ് പിടികൂടി തടവിൽ പാർപ്പിച്ചിരുന്നതാണ്. ഇയാൾ വലിയൊരു ക്രിമിനലാണ്. അതുകൂടാതെ ഇയാളുടെ കീഴിൽ വലിയൊരു സംഘം തന്നെ ഗസയിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽ സേന ഇയാളെ കണ്ടെത്തുകയും ഇയാളെ സംഘങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും മറ്റുള്ള സഹായങ്ങൾ ഇയാൾക്ക് ചെയ്തു കൊടുത്തു. ഇതുകൂടാതെ ഈ സംഘത്തിന് വലിയ തോതിൽ ആയുധങ്ങളും ട്രെയിനിങ്ങും നൽകിയിട്ട് ഹമാസിനും മറ്റ് ഫലസ്തീൻ ഓർഗനൈസേഷൻസിനും എതിരെ പ്രവർത്തിക്കാനായിട്ട് ഗസയിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൂടാതെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഗസയിലേക്ക് സഹായവുമായി വന്ന ട്രക്കുകൾക്ക് അകമ്പടി സേവിക്കാനും ചില ഓപ്പറേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാനുമൊക്കെ ഈ സംഘങ്ങൾ ഉപയോഗിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ കരാർ അനുസരിച്ച് IDF വിഡ്രോ ചെയ്ത സ്ഥലങ്ങളിൽ ശരിക്കും ഒരു അധികാരത്തിന് ആരുമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ സംഘങ്ങൾ അവിടേക്ക് ആയുധങ്ങളുമായിട്ട് എത്തുകയും ആ സ്ഥലം പിടിച്ചെടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഇതിനെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് വളരെ വിചിത്രമായിട്ടാണ്. അതായത് ഫലസ്തീന്റെ ലിബറേഷന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള സംഘങ്ങൾ തമ്മിൽ ഫലസ്തീന്റെ അധികാരത്തെ ചൊല്ലി ഏറ്റുമുട്ടലിലേക്ക് കടന്നു എന്ന രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷേ ഇത് അങ്ങനെയല്ല. IDFന്റെ നിയന്ത്രണത്തിലുള്ള അവരുടെ കമാൻഡിലുള്ള ക്രിമിനൽ സംഘങ്ങൾ ഗസയുടെ അധികാരം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അതിനെ ഫലസ്തീന്റെ ലിബറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ എതിർക്കുകയുമായിരുന്നു ചെയ്തത്. അതിനെയാണ് കേരളത്തിൽ വലിയ വാർത്തയാക്കി അവതരിപ്പിച്ചത്. അപ്പോൾ ഈ അബൂ ഷബാബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗസയിലെ ഒരു പ്രത്യേക ഏരിയയിൽ വളയുകയും ആ ഒരു സ്ഥലം അവർ പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുകയും ഒരുപാട് ജനങ്ങൾക്ക് അതിനിടയിൽ പരിക്കുപറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞ ഹമാസിന്റെ ഒരു ബറ്റാലിയൻ അവിടേക്ക് എത്തുകയും ഇവരുമായിട്ട് ഏറ്റുമുട്ടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ സംഘടന റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ ഈ IDFന്റെ പിന്തുണയുള്ള ക്രിമിനൽ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. സലാഹൽ ജാഫ്രാവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തുടർന്ന് ഹമാസ് ഈ സംഘത്തെ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള നിരവധി സംഘങ്ങൾക്കാണ് ഈ IDF ഗസയിൽ രൂപം കൊടുത്തിരിക്കുന്നത്. ഈ സംഘങ്ങൾ ഉപയോഗിച്ച് ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ IDF നേരെ നടത്തുകയും വീണ്ടും യുദ്ധം പുനരാരംഭിപ്പിക്കുകയും ചെയ്യുമോ എന്നുള്ളൊരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘങ്ങളെ, അതായത് ഇസ്രായേലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ച, ഇസ്രായേല് യുദ്ധത്തിന്റെ സമയത്ത് ഇസ്രായേലിന് വേണ്ടി സ്പൈ വർക്ക് നടത്തിയ സംഘങ്ങളെയും ഇതിലുള്ള ആളുകളെയും ഹമാസ് കണ്ടുപിടിച്ച് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാർത്തകളും മറ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം. നമസ്കാരം.